തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എഴുന്നള്ളും പോയി. പണ്ട് കൊച്ചി രാജാവാണ് അത്തച്ചമയത്തിന് എഴുന്നള്ളിയത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം 28 30 വാഹനങ്ങൾ. അപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഒരു നായ അവിരാമമായി കുരയ്ക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ ഓരോ കാറിലേക്ക് നോക്കി കുരയ്ക്കണം. അവസാനം മുഖ്യമന്ത്രിയുടെ കാർ വന്നപ്പോൾ ഗംഭീരമായി കുരച്ചിട്ട് ആ നായ സ്ഥലം വിട്ടു. കാരണം എന്ന് വെച്ചാൽ നായക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്താണ് മുഖ്യനിരിക്കുന്നത്. ആ റോഡിൽ നിന്ന് ഒരാൾക്ക് പ്രതികരിക്കാനോ പറ്റില്ല, പക്ഷേ ഒരു നായക്ക് പ്രതികരിക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ അടക്കി പിടിച്ച ഒരു അമർഷമുണ്ട്. ആ അമർഷമാണ് സത്യത്തിൽ UDF വിജയിപ്പിച്ചത്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് കേരളത്തിലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതൊരു ഫോർവേഡ് മെസ്സേജാണ്. നന്ദികേട് കാണിച്ചു UDF-നെ അധികാരത്തിലെത്താൻ സഹായിച്ച MV ഗോവിന്ദൻ മാസ്റ്ററെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന്. ഇതൊരു മാതിരി തറ പരിപാടിയായി പോയി. തീർച്ചയായിട്ടും MV ഗോവിന്ദൻ മാസ്റ്റർ ബിനോയ് വിശ്വത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെ സേവനം, അവർ ചെയ്ത സഹായം വേറെ ആര് മറന്നാലും മുഖ്യമന്ത്രിയും അതിൽ UDF-ന്റെ മറ്റു നേതാക്കന്മാരും മറക്കാൻ പാടില്ലാത്ത. അപ്പോൾ നിശ്ചയമായിട്ടും അവർക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഇവരൊക്കെ കൂടി കഴിവിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്നിപ്പോൾ UDF അധികാരത്തിൽ. ഞാൻ UDF-നെ കുറച്ച് കാണുന്നല്ലോ. വിജിൽ ബാക്കുറ്റിയും ഷാഫി ജാലിയോനോട് ക്ഷമിക്കണം എന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സേവനത്തെയും നിങ്ങളുടെ പ്രയത്നത്തെയും കുറച്ചുകൊണ്ടല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ എതിരാളികൾ നിങ്ങൾക്ക് വേണ്ടി ഇതിലധികം പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നിങ്ങൾ ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ.